ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസുകളെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി നേഴ്സിംഗ് ഫീൽഡിനെ കുറിച്ച് പറയാനാണ്. ജോബ് വേക്കൻസി അല്ല, അതിലിപ്പോൾ ആരും ഒരു ഫീൽഡ് ആരും ചൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു നേഴ്സിംഗ് ജോബ് ക്രൈറ്റീരിയകളും അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയും വേക്കൻസികളും എന്താണ് അത് എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് ഫയർ സേഫ്റ്റി നേഴ്സിനെ കുറിച്ച് പറയാനാണ്. ഒരുവിധം യു എയിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഫയർ നേഴ്സ് സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്രഷറായിട്ടോ അല്ലെങ്കിൽ പുതിയതായി വന്നവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ഈ ഫയർ സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്. അധികം ആരും ചൂസ് ചെയ്യുന്നുമില്ല. എസ്പെഷ്യലി ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് മെയിൽ നേഴ്സിനാണ് അധികമായിട്ട് ഹയർ ചെയ്യുന്നത്. അപ്പോൾ മെയിൽ നേഴ്സായിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സാലറി ഇൻക്രീസ് ആയിട്ട് വേണം, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ആണ് നിങ്ങൾ സ്പെഷ്യാലിറ്റി ഏരിയയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി എമർജൻസി ഐസിയുലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയർ സേഫ്റ്റി നേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എളുപ്പം തന്നെ ജോലി കിട്ടും. എന്ത് വെച്ച് കഴിഞ്ഞാൽ ആരും ചൂസ് ചെയ്യാത്തൊരു ഫീൽഡാണ് ഫയർ സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. ആദ്യം തന്നെ നമുക്കൊരു BSc അല്ലെങ്കിൽ ഡിപ്ലോമ ആൾസോ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ ICU എമർജൻസിയിലൊക്കെയാണ് നിങ്ങൾക്ക്, അതായത് എക്സ്പീരിയൻസ് മോർ ദാൻ 5 years ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്ലോമക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി BScക്കാരെയാണ് എടുത്തു വരുന്നത് കാണുന്നത്. പക്ഷെ ഡിപ്ലോമേനെ അവർ ഹയർ ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പൊ BSc ഒരു ഡിപ്ലോമ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളും വേണം. ആസ് പെർ ദ ലൈസൻസ് നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് ട്രൈ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ DOH ആണോ MOH ആണോ DHA ആണോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോമെട്രിക് എക്സാം എഴുതി അതിന്റെ എലിജിബിലിറ്റി എടുത്തു വെക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ACLS സർട്ടിഫിക്കറ്റ് വേണം. BLS ഓൾറെഡി നമ്മൾ എടുക്കുമല്ലോ, നമ്മൾ പ്രോമെട്രിക് എഴുതാനായിട്ട്. അഡീഷണൽ ആയിട്ട് ACLS വേണം. അതുപോലെ തന്നെ വേണ്ടതാണ് ഫയർ സേഫ്റ്റി ഫയർ വാർഡൻ സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ഒരു ക്രാഷ് കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ ആ ഒരു സെപ്പറേറ്റ് ഫയർ സേഫ്റ്റി ആൻഡ് ഫയർ വാർഡൻ സർട്ടിഫിക്കറ്റ്, അതായത് ആ കോഴ്സ് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്. അതായത് ഫയർ വന്നാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ബേൺ അല്ലെങ്കിൽ ഒരു പൊള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അത്രയും ചെയ്യാം, ഇൻഫെക്ഷൻ കൺട്രോൾ എല്ലാ പ്രാക്ടീസും പ്രിവെന്റ് ചെയ്തിട്ട് വേണം ആ ഒരു ബേൺ നമ്മൾ ഇതാക്കാനായിട്ട് വരുവാണെങ്കിൽ. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം, ഫയർ വാർഡൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റും വേണം. ഇതൊക്കെ എങ്ങനെ കിട്ടും, ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ഇടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, മെയിൻ ആയിട്ട് വേണ്ടത്. അഡീഷണൽ ആയിട്ട് വേറെയും കൂടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, അതും കൂടി എടുക്കുവാണെങ്കിൽ മോർ ഇമ്പോർട്ടന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കേട്ടോ. അതൊരു കോഴ്സാണ്, അത് നമുക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്ട്രക്ടഡ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഈ ഒരു രണ്ടെണ്ണം നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്തൊക്കെയാന്നുള്ളത്. ആ ഒരു സർട്ടിഫിക്കറ്റ്, ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലും എന്തായാലും ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോബിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ വേണ്ടി പറ്റുള്ളൂ. അവരെന്തെങ്കിലും നിങ്ങൾ എടുക്കുള്ളൂ. അപ്പോൾ എളുപ്പമാണ്, ആരും തന്നെ ചൂസ് ചെയ്യാത്ത ഒരു ഫീൽഡാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എമർജൻസിയോ അല്ലെങ്കിൽ ICU എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വെറൈറ്റി ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയർ സേഫ്റ്റി നേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് 5,000 ടു അപ് ടു 12,000 വരെയുള്ള സാലറി റേഞ്ച് ആണ് ഉള്ളത്. ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എമിറേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാലറിയിൽ റേഞ്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മിനിമം 5,000 ടു മാക്സിമം 12,000 വരെയുള്ള സാലറി ഉള്ള ഒരു ജോബാണ് ഫയർ സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുന്നത് എവിടേക്കാണ് അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നത് എവിടേക്കാണ്, ഇൻക്ലൂഡിങ് ഗവൺമെന്റ്, പ്രൈവറ്റ് ആൻഡ് എസ്പെഷ്യലി ഇൻ ദ ഓയിൽ ആൻഡ് അതർ കമ്പനീസ് ഒക്കെ ഉണ്ടാവില്ലേ, ഓയിൽ ഫീൽഡ് അങ്ങനത്തെ ഒക്കെ കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയകളിൽ, അതായത് ഇൻഡസ്ട്രിയൽ നേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഓയിൽ അങ്ങനത്തെ ഈ ഒരു ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്
ഈ ഒരു നഴ്സസിനെ എടുക്കുന്നുണ്ട്, അതായത് ഫയർ സേഫ്റ്റി നഴ്സിനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഉള്ള നമ്മുടെ യുഎയിലുള്ള ഗവൺമെന്റിലെ സേഫ്റ്റിയിലടക്കം അതൊരു ഗവൺമെന്റ് ആണ്, അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്, അതിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി നേഴ്സ്. അതുപോലെ ഹോസ്പിറ്റലിലൊന്നും ഹ്യൂജ് വേക്കൻസി, ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ചില ക്ലിനിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒന്നും ഹ്യൂജ് വേക്കൻസി ഇല്ല. അപ്പൊ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി നേഴ്സ് മതി ഹോസ്പിറ്റൽ മൊത്തത്തിലായിട്ട് അങ്ങനെ. അല്ലാണ്ട് ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസി വരുന്നുണ്ട്. അതായത് വേക്കൻസി കൂടുതലുണ്ട്. ഈച്ച് എമിറേറ്റ്സിലും വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ ഉണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്കിത് സാധാരണ പോലെ തന്നെ ഇന്ത്യയുടെ ലിങ്കൻ്റെ അല്ലെങ്കിൽ നാക്കുറി ഗൾഫ് അങ്ങനത്തെ സൈറ്റ്, അങ്ങനത്തെ എന്ത് ചെയ്യുക, പോർട്ടലിലെല്ലാം കയറി അയക്കാം. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ദുബായ് കരിയറിലോ അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ MOHന്റെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്തെങ്കിലും അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ പ്രൊഫൈലിൽ ഇട്ടേക്കാം കേട്ടോ, വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സൈറ്റിൽ കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും, നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്സായി നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പം കിട്ടും. അതിന് കുറേ വർഷമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 6 മന്ത്, ചിലത് ക്രാഷ് കോഴ്സ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം വെച്ച് നിങ്ങളുടെ എന്ത് ചെയ്യാം, ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എലിജിബിലിറ്റി എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോർട്ടലിലെല്ലാം കയറിയിട്ട് അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ടും ഒരു ഹ്യൂജ് വേക്കൻസി ഉള്ള ഒരു ഫീൽഡാണ് ഫയർ ആൻഡ് സേഫ്റ്റി നേഴ്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി മെയിൽ നേഴ്സസിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ബേസ്ഡ് ഓൺ ഈ ഫയർ ആൻഡ് സേഫ്റ്റി അറിയാലോ, അതിനെക്കുറിച്ച് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സാലറിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോബ് ഓഫർ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഫയർ ആൻഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല, അറിയില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള കോഴ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ സെൻറ്ററുകളെ വേണമെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.